ഇപ്പോഴത്തെ ജീവിതചര്യയിൽ ടെൻഷൻ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വാർത്തയല്ലല്ലേ. നമ്മൾ ഏത് ജോലി എടുത്തിരുന്നാലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലോ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് നമ്മൾ രണ്ടിനം ബാക്ടീരിയകളെ ഇണക്കി വളർത്തിയാൽ മതിയാവും. നമ്മൾ ഇണക്കി വളർത്തുക എന്ന് പറയുമ്പോൾ വീട്ടിൽ നായയോ പൂച്ചയോ വളർത്തുന്നത് പോലെ ബാക്ടീരിയയെ വളർത്തണം എന്നല്ല. നമ്മുടെ കുടലിനകത്ത് ഞാൻ ഈ പറയുന്ന രണ്ടിനം ബാക്ടീരിയകൾ വളരാനുള്ള ഭക്ഷണം കൂടുതൽ നൽകിയാൽ അത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. കോപ്രോകോക്കസ്, ഡയലിസ്റ്റർ, ഇങ്ങനെ രണ്ടിനം ബാക്ടീരിയകൾ നമ്മുടെ കുടലിനകത്ത് ധാരാളമായിട്ടുണ്ടെങ്കിൽ, ഇത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയയാണ്, ധാരാളമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരീരത്തിൽ ഡോപ്പമൈൻ്റെയും സിറോട്ടോണിൻ്റെയും സിന്തസിസ് കൂട്ടും. ഡോപ്പമൈനും സിറോട്ടോണിനുമാണ് ടെൻഷൻ കുറയ്ക്കുന്നതിനും സന്തോഷവും സംതൃപ്തിയും കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട രണ്ട് തരത്തിലുള്ള ഹോർമോണുകൾ. ഇത് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രധാനമായും കഴിക്കേണ്ടത് ഇൻസോലുബിൾ ഫൈബേഴ്സ് ആണ്. അതായത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. കൂടാതെ നിങ്ങൾ പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക. പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ആപ്പിൾ, പിയേഴ്സ് പോലുള്ളവ ഉൾപ്പെടുത്തുക. അധികം പഴുക്കാത്ത ഏത്തപ്പഴം, കായ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് അരിഞ്ഞ് കറി വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഈ പഴത്തിന്റെ കായ കറി വെച്ച് കഴിക്കുന്നത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആണ്. നമ്മുടെ ആമാശയത്തിൽ ഇവ പൂർണ്ണമായും ദഹിക്കത്തില്ല, നമ്മുടെ കുടലിനകത്തേക്ക് പോയിട്ടായിരിക്കും ദഹിക്കുന്നത്. റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആണ് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ രണ്ടിനം ബാക്ടീരിയകൾ വളരുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. കൂടാതെ തവിടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ തവിടുള്ള ചുവപ്പ് അരി, പയറ്, കടല, പരിപ്പ് പോലുള്ളവ കഴിക്കുക. ബ്രോക്കോളി, ക്യാരറ്റ്സ് പോലുള്ളവ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇത് കോപ്രോകോക്സിനെയും ഡയാലിസ്റ്റർ എന്നീ രണ്ടിനം ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുക. അപ്പോൾ ടെൻഷൻ മാറുന്നതിന് ഇനി ബാക്ടീരിയകളെ വളർത്തു. ഹാപ്പി ആയിട്ടിരിക്കുക.